മലയാളികൾ എപ്പോഴും ഒരു കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാറുണ്ട്. ഇംഗ്ലീഷ് പറയുന്നവരോട് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആദരവുണ്ട്. ഭയങ്കര സ്റ്റാൻഡേർഡ് ആളിന് നല്ലതായിട്ട് ഇംഗ്ലീഷ് പറയും എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. തെലുങ്ക് അറിയാം, നമ്മളൊരാളെ പരിചയപ്പെടുത്തി ഇയാൾ നന്നായിട്ട് തെലുങ്ക് സംസാരിക്കും എന്ന് പറഞ്ഞ ആളിന് മൈൻഡ് ചെയ്യത്തില്ല. നന്നായിട്ട് കന്നഡ സംസാരിക്കുന്ന ആളാണ്, ഒരു പ്രയോജനമില്ല. ഹിന്ദി ഗംഭീരമായിട്ട് അറിയാം എന്ന് പറഞ്ഞാൽ സംസാരിക്കില്ല. ഒരു അന്തർദേശീയ ലിങ്ക് ലാംഗ്വേജ് തന്നെയാണ് ഇംഗ്ലീഷ്. വെള്ളക്കാരൻ ഒരു 2 നൂറ്റാണ്ടോളം നമ്മളെ ഭരിച്ചതുകൊണ്ടാണോ എന്നറിയില്ല, ഇംഗ്ലീഷിനോട് നമുക്ക് ആവശ്യമില്ലാത്തൊരു വിധേയത്വമുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മാത്രമല്ല, ആ ഇംഗ്ലീഷ് അറിയാം. നമ്മുടെ എൻ്റെ വീടിനടുത്ത് ഒരു തേങ്ങാവെട്ടുകാരൻ, അദ്ദേഹമാണ് മിക്കവാറും ആ നാട്ടിലെ തേങ്ങയൊക്കെ വെട്ടുന്നത്. വലിയ തെങ്ങുകളിൽ പോലും ഇങ്ങനെ മരണവേഗത്തിൽ ശരവേഗത്തിൽ കയറിപ്പോകുന്ന ഒരു തൊഴിലാളിയാണ് അദ്ദേഹത്തിൻ്റെ ഏക മകളെ ഒരു ഇംഗ്ലീഷ് മീഡിയം പള്ളിക്കൂടത്തിൽ കൊണ്ട് ചേർത്തു. അപ്പോൾ UKG ആയപ്പോൾ ആ കുട്ടിക്ക് ഒരു 150 രൂപ ഫൈൻ അടിച്ചു സ്കൂളിൽ നിന്ന്. കാര്യം കുട്ടി ക്ലാസ്സിൽ മലയാളം പറഞ്ഞു എന്നതായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ അപരാധം. അപ്പോൾ ആ തൊഴിലാളി എന്നോട് പറഞ്ഞു, എൻ്റെ മോക്കും ഫൈൻ കിട്ടി കേട്ടോ. ഞാൻ ചോദിച്ചു, എന്തിനാ ഫൈൻ? ഇംഗ്ലീഷ് പറയാത്തതിന് 150 രൂപ ഫൈൻ അടച്ച തേങ്ങ വെട്ടി ഉണ്ടാക്കിയ പൈസയാണ്. 150 രൂപ അടച്ചപ്പോൾ അയാൾ അനുഭവിക്കുന്ന നിർവൃതി കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഇത് നമ്മുടെ മലയാളികളുടെ ഒരു മനോഭാവമാണ്. അതേസമയം തമിഴ്നാട്ടിലോ വേറെ ഏതെങ്കിലും നാട്ടിൽ പോയി നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന് പറഞ്ഞാൽ ഒരു പരിഗണനയും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കാമെന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. അങ്ങനെ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് അറിയാത്തതിൻ്റെ പേരിൽ നമ്മുടെ രാജ്യസഭയിലെ അംഗം AR റഹീമിനെ സോഷ്യൽ മീഡിയയിൽ കണക്കറ്റ് വിമർശിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു ഭാഷ സ്വന്തമാക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്. അപ്പോൾ ഭാഷാപരമായ പരിമിതി, മറ്റുള്ള ഇന്ത്യൻ ഭാഷകളിലൊന്നും നമുക്ക് പരിമിതി ഉണ്ടെങ്കിൽ നമ്മളെ ആരും കളിയാക്കാൻ പോകുന്നില്ല. ഇംഗ്ലീഷ് നമുക്കറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാർ കളിയാക്കും. ഒരു നേതാവിന് ഇംഗ്ലീഷ് അറിയാം എന്നുള്ളതാണോ അയാളുടെ കാര്യക്ഷമതയുടെ വിലയിരുത്തൽ? ഇന്ത്യയുടെ ചരിത്രം പരിശോധിച്ചാൽ ഈ രാജ്യം കെട്ടിപ്പടുത്ത പല ആളുകൾക്കും ഇംഗ്ലീഷിൽ അസാമാന്യ പ്രാവീണ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ബീഹാറിലെ ലാലു പ്രസാദ് യാദവിന് ഇംഗ്ലീഷേ അറിയില്ല. പാർലമെൻറ്റിൽ അദ്ദേഹം നടന്ന പ്രസംഗങ്ങളിൽ ഇംഗ്ലീഷ് പറയുമ്പോൾ മറ്റുള്ളവർ കുനിഞ്ഞിരുന്ന് ചിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ മുഖ്യമന്ത്രിയായിരുന്ന മുലായം സിംഗ് യാദവ്, അദ്ദേഹത്തിന് ഇംഗ്ലീഷേ അറിയില്ലായിരുന്നു. മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡയ്ക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല. അദ്ദേഹം ഒരുപാട് കാലം ഇംഗ്ലീഷ് അറിയാതെ നമ്മളെ ഭരിച്ചതാണ്. ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് മാത്രം, ഇംഗ്ലീഷ് അറിഞ്ഞതുകൊണ്ട് മാത്രം അവഹേളിക്കപ്പെട്ട നേതാക്കളുമുണ്ട്. നമ്മുടെ മുൻ മലയാളി കൂടിയായ രാഷ്ട്രപതി KR നാരായണൻ, അദ്ദേഹത്തിന് നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. ബ്രിട്ടനിൽ വെച്ച് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാം എന്നതിൻ്റെ പേരിലാണ് അവഹേളിക്കപ്പെട്ടത്. പറഞ്ഞു വരുന്നത്, ഒരു ഭാഷ അറിയുമോ ഇല്ലയോ എന്നതല്ല ഒരു വ്യക്തിയുടെ കാര്യക്ഷമതയുടെ അളവുകോൽ എന്ന് നമ്മൾ തീർച്ചയായിട്ടും തിരിച്ചറിയണം. ആരെങ്കിലും ചിലപ്പോൾ ചിന്തിക്കും, AR റഹീമിനെ വെള്ളപൂശാൻ വേണ്ടിയാണോ ഞാനിത് പറയുന്നത്? ഇതെൻ്റെ എന്നെന്നുമുള്ള ഒരു നിലപാടാണ്. ഒരു ഭാഷ അറിയുന്നത്, നമുക്ക് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ അറിയാമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഡൽഹിയിലൊക്കെ പ്രവർത്തിക്കുന്ന AR റഹീമിന് കുറച്ച് ഹിന്ദി മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ്. ലോകസഭയിലും രാജ്യസഭയിലും ഒക്കെ ഇംഗ്ലീഷ് അറിയണമെന്നോ ഹിന്ദി അറിയണമെന്നോ ഇല്ല, വിവർത്തനം ചെയ്ത് നിങ്ങൾക്ക് ചെവിയിൽ തന്നെ കേൾക്കാം. എന്നാൽ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഹിന്ദിയോ ഇംഗ്ലീഷോ അറിയാമെങ്കിൽ വളരെ നല്ലതാണ്, സൗകര്യമാണ്. എന്നാൽ അറിയില്ല എന്നതുകൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഒരു നേതാവിന് ഏറ്റവും പ്രധാനപ്പെട്ട വേണ്ട ഗുണം സത്യസന്ധതയും കാര്യക്ഷമതയുമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭാഷാ പരിജ്ഞാനം മാത്രമല്ല, ഭാഷാ പാണ്ഡിത്യമുണ്ടെങ്കിൽ അതൊരു ബോണസ് പോയിൻ്റാണ് എന്ന് മാത്രമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ചിരിക്കുമ്പോൾ, ഒരാളിൻ്റെ ലാംഗ്വേജിലെ പരിമിതി കൊണ്ട് നമ്മൾ ചിരിക്കുമ്പോൾ അറിയുക, ഉറുദുവോ അതല്ലെങ്കിൽ തെലുഗോ കന്നഡയോ തമിഴോ അറിയുന്ന ആളുകൾക്ക് അവഗാഹമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കാത്തതുപോലെ തന്നെ ഇംഗ്ലീഷും ഒരു ഭാഷയാണ് എന്ന് വിശ്വസിക്കാനുള്ള മഹാമനസ്കത നമ്മൾ മലയാളികൾക്ക് ഉണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.